ത്വായിഫിലെ വാദിവെജ് റോഡിൽ അൽമസന എന്ന സ്ഥലത്തെ ഈ കാണുന്ന പള്ളിക്ക് മുന്നിലൂടെ കാണുന്ന ഈ ഒരു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു തോട്ടം കാണാൻ കഴിയും. മക്കയിൽ വെച്ച് ശത്രുക്കളുടെ ശല്യവും ആക്രമണവും സഹിക്കാൻ കഴിയാതെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലുള്ള തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ സഹായിക്കുമെന്ന് കരുതി ത്വായിഫിലേക്ക് എത്തി. എന്നാൽ ത്വായിഫിലേക്ക് എത്തിയതിനു ശേഷമുള്ള ചരിത്ര കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ചതാണ്. അതായത് ത്വായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതില്, അതായത് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള ഒരു തോട്ടത്തിൽ കയറി അഭയം തേടി. റബിയയുടെ മക്കളായ ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു അത്. ആ തോട്ടത്തിൽ എത്തുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ആ ഒരു തോട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പള്ളി കാണാൻ കഴിയും. പള്ളിയുടെ പേര് മസ്ജിദ് അദ്ദാസ് എന്നാണ്. തോട്ടത്തിലേക്ക് എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊടുത്ത ഒരു ആളുടെ പേരിലാണ് ഈ ഒരു പള്ളിയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫുകാരിൽ നിന്നും നേരിട്ട ഉപദ്രവം കണ്ട് ഉത്ബക്കും ഷൈബക്കും വരെ വളരെ വിഷമം തോന്നിയെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എണ്ണം പറഞ്ഞ ശത്രുക്കളിൽപ്പെട്ട ആളുകളാണ് ഉത്ബയും ഷൈബയും. അവർക്ക് വരെ റസൂലുള്ളാഹിന്റെ അവസ്ഥ കണ്ട് വിഷമം വന്നു എന്നാണ്. അവർ രണ്ടുപേരും തങ്ങളുടെ തോട്ടത്തിലെ ജോലിക്കാരനായ അദ്ദാസ് എന്നവരെ രഹസ്യമായി വിളിച്ചുകൊണ്ട് ലേശം മുന്തിരിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ അദ്ദാസ് എന്നവര് തോട്ടത്തിൽ നിന്നും മുന്തിരി എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുപോയി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ബിസ്മി ചൊല്ലി കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലിയപ്പോൾ അദ്ദാസ് എന്നവര് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ല, ഇത് ഈ നാട്ടുകാർ പറയുന്ന വാക്കല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസ് എന്നവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, ഏത് മതക്കാരനാണ്? അദ്ദാസ് എന്നവർ പറഞ്ഞു, ഞാൻ നിനവക്കാരനായ ക്രിസ്ത്യാനിയാണ്. ഓ, നിങ്ങൾ യൂനുസ് ബിൻ മത്തായിയുടെ നാട്ടുകാരനാണല്ലേ എന്ന് അദ്ദാസ് എന്നവരോട് റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു. അദ്ദാസ് എന്നവർക്ക് അത്ഭുതമായി. കാരണം അദ്ദേഹം വേദഗ്രന്ഥത്തിൽ അറിവുള്ളയാളായിരുന്നു. മഹാനവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ചു, അങ്ങേക്ക് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എങ്ങനെ അറിയാം? യൂനുസ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസ് എന്നവരോട് പറഞ്ഞു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസ് എന്നവരോട് പറയുകയും ചെയ്തു. താൻ വേദഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയ അവസാനത്തെ പ്രവാചകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അദ്ദാസ് എന്നവര് ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും കയ്യിലും കാലിലും മുത്തുകയും സത്യവാചകം ചൊല്ലി മുസ്ലിം ആകുകയും ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയും കയ്യും കാലും മുത്തുന്നത് കുറച്ചപ്പുറത്ത് നിന്ന് ഉത്ബയും ഷൈബയും കാണുന്നുണ്ടായിരുന്നു. തോട്ടത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ ശേഷം അവർ രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ അദ്ദാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ മനുഷ്യന്റെ തലയും കയ്യും കാലും മുത്താൻ പോയത്? മഹാനവർകൾ അവരോട് പറഞ്ഞു, ലോകത്ത് അവസാനമായി വരാനുള്ള പ്രവാചകനെ വർഷങ്ങളായിട്ട് അന്വേഷിക്കുകയാണ് ഞാൻ. ഒരുപക്ഷെ ഈ നാട്ടിലെത്തി ഒരു തോട്ടം ജോലിക്കാരനായത് തന്നെ അന്ത്യപ്രവാചകനെ കണ്ട് അദ്ദേഹത്തിന്റെ അനുയായിയായി മാറാനായിരിക്കാം. ആ പ്രവാചകൻ തന്റെ മുൻ വേദഗ്രന്ഥത്തെക്കുറിച്ചും വേദഗ്രന്ഥത്തിൽ പറഞ്ഞ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അദ്ദേഹം തന്നെയാണ് അവസാനത്തെ പ്രവാചകനെന്ന്. ഇക്കാര്യങ്ങളൊക്കെ അദ്ദാസ് റളിയല്ലാഹു അൻഹു ഉത്ബക്കും ഷൈബക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും വളരെ വിസ്മയത്തോടെ കേട്ടുനിന്നു എന്നാണ്. ത്വായിഫിലെ സെയിൽ റോഡില് മസ്ജിദ് മീഖാത്ത് ഉണ്ട്. പല ആളുകളും കണ്ടിരിക്കാം. ആ പള്ളിയിലേക്ക് തായിഫ് ടൗണിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. ത്വായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പള്ളി നിൽക്കുന്ന സ്ഥലം വരെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ്. പിൽക്കാലത്ത് ആ സ്ഥലത്ത് മീഖാത്ത് പള്ളി നിർമ്മിക്കുകയും ചെയ്തു. കർനുൽ മനാസിലെത്തിയപ്പോൾ മേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലിട്ട് കൊടുക്കുകയും തുടർന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലകളെ കാക്കുന്ന മലക്കിനെ കൂടെ കൊണ്ടുവരികയും ചെയ്തത്. തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതോ അറിഞ്ഞതോ ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഏതായാലും ഈ ഒരു സ്ഥലം കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.